പിന്നെ എല്ലാവർക്കും ഉള്ളൊരു ചോദ്യമാണ്, എല്ലാവരും ഡി എമ്മിലൊക്കെ മെസ്സേജ് അയക്കുന്നത്, എന്താണ് നിങ്ങൾ ചെയ്യുന്നതെന്ന്. നമ്മളൊന്നും ചെയ്യണില്ല. എന്തെല്ലാം ചെയ്താലും ഒന്നും ചെയ്യാതിരിക്കാൻ, അതായത് ഇന്നിപ്പം തോന്നുകയാണ് ഒന്നും ചെയ്യണ്ടെന്ന്. ആ ഒന്നും ചെയ്യണ്ട എന്ന് തോന്നുന്ന ഭാഗവും ഡിസോൾവ് ചെയ്തിട്ട് അപ്പോഴും നമ്മളിൽ പല കാര്യങ്ങളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഫുൾ ടൈം ഇത് ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലേക്കുള്ള അറ്റൻഷൻ മാറിപ്പോവാതെ എല്ലാ കാര്യങ്ങളും ചെയ്യണം. ഇതാണ് നമ്മുടെ ബയോളജിക്കൽ, അല്ലെങ്കിൽ ഇതാണ് നമ്മുടെ ഈ ഫോർമേഷനാണ് ഞാൻ ബേസായിട്ട് എടുത്തിരിക്കുന്നത്. കാരണം ഒരു സന്ദർഭത്തിൽ എനിക്ക് എൻ്റേതെന്ന് പ്രിയപ്പെട്ടതെന്ന് തോന്നിയ, അല്ലെങ്കിൽ ഇതൊന്നുമില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റൂല എന്ന് തോന്നിയ അവസ്ഥയിൽ നിന്ന് ഇതെല്ലാം വെറും കംപ്ലീറ്റ്ലി ഫേക്കാണെന്ന് എൻ്റെ അനുഭവത്തിൽ എനിക്ക് തന്നെ ബോധ്യപ്പെട്ടൊരു ഭാഗമുണ്ട്. അപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞത് എൻ്റെ ഉള്ളിൽ ഞാൻ ഉണ്ടാക്കിയെടുത്ത തോന്നലിനേക്കാൾ ആ തോന്നലിനെ തോന്നിപ്പിക്കണ ഒരു ശക്തിയുണ്ട്, വേർ വി ക്യാൻ കോൾ ഇറ്റ് കംപ്ലീറ്റ്ലി പ്യുവർ. മറ്റേത് എൻ്റെ തോന്നലുകളൊക്കെ റിലേറ്റീവാണ്. ദിസ് ഈസ് മൈ ഫ്രണ്ട്സ്, ദിസ് ഈസ് മൈ ഫാമിലി, ദിസ് ഈസ് മൈ വൈഫ്. അപ്പോൾ അവരുമായിട്ടൊക്കെ ആ തോന്നലിലുണ്ടാക്കിയ കണക്ഷനാണ്. ബട്ട് വെൻ ഐ റീച്ച്, അതായത് ആ ലൈഫിനെ എക്സ്പീരിയൻസ് ചെയ്ത് അതിനെ ഒബ്സർവ് ചെയ്ത് വന്നപ്പം ഒരു പർട്ടിക്കുലർ പോയിൻ്റ് എന്ന് ഞാൻ പറയാൻ കാരണം, ആ ഒബ്സർവേഷൻ്റെ കണ്ടിന്യൂറ്റിയിൽ ഒരു ബ്ലൂമിങ്ങാണ് സംഭവിച്ചത്. ബിക്കോസ് ആ പ്യുവറായിട്ടുള്ള അവസ്ഥ, ഓക്കെ, ദ വേ യു ആർ കണ്ടിന്യൂയിങ് വിത്ത് ദിസ് കൈൻഡ് ഓഫ് തോട്ട്സ്, നീ ഡെഫിനറ്റ്ലി ട്രാപ്പ് ആവുന്നുള്ളു. അതായത് എൻ്റെ ഉമ്മ, പാപ്പ, വിശ്വാസം, മതം, ഭാര്യ, കുട്ടികൾ, ഈ ഒരു രീതിയിലേക്ക് എന്നെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എൻ്റെ ജീവിതം നശിക്കും എന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് കണ്ട്. അപ്പോൾ അത് പറയുമ്പം എങ്ങനെയാണെന്നുള്ളതില്ല, പക്ഷെ എൻ്റെ അനുഭവത്തിൽ ഞാനത് അനുഭവിച്ചറിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഞാനിരിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ അവനവനോട് താല്പര്യമുള്ള ആളുകൾ, കാരണം എനിക്ക് വേണ്ടത് തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടത്. ശ്വാസം, ഭക്ഷണം, ഈ പറയുന്ന കാര്യങ്ങൾ, ഇനി സെക്സ്, അല്ലെങ്കിൽ ശരീരം കൊണ്ട് ചെയ്യുന്ന പ്രവർത്തികൾ, എല്ലാ മനുഷ്യനും ഇത് തന്നെയാണ് വേണ്ടത്. പട്ടിക്കും പൂച്ചക്കും ഈ കണ്ട ആളുകൾക്ക് മുഴുവൻ ഇത് തന്നെയാണ് വേണ്ടത്. പക്ഷെ അതിനേക്കാൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞത് ബോധം. അപ്പോൾ ആ ബോധത്തിൽ ഇരുന്ന് കൊണ്ട് ഈ കാര്യങ്ങളെ പ്രോപ്പറായിട്ട് ഡീല് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പിന്നെ യാതൊരു പ്രശ്നങ്ങളുമില്ല. വളരെ സിമ്പിളാണ് കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ ആ മെയിൻ ക്യാരക്ടർ എനർജിയിലുള്ള ആളുകളുമായിട്ട് അസോസിയേറ്റ് ചെയ്തപ്പം ഓക്കെ, അവിടെ ആ ഒരു ഇൻഡിവിജ്വാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ, അല്ലാതെ വ്യക്തിമായിട്ട് നാളെ അയാൾ ഇന്ന അങ്ങനെ ചെയ്ത് മറ്റേയാൾ ഇങ്ങനെ ചെയ്ത് അങ്ങനെയല്ല. ആ സ്വന്തമായിട്ട് അനുഭവത്തിന് സ്ഥാനം കൊടുത്തിട്ട്, ഇപ്പോൾ ചായയാണ് കുടിക്കണമെങ്കിൽ ആ ചായ കുടിക്കുക, വെള്ളമാണ് കുടിക്കണതെങ്കിൽ വെള്ളമാണ് കുടിക്കുന്നത്, ഒന്നും കുടിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ ഒന്നും കുടിക്കാതിരിക്കുമ്പോഴും, അതായത് എല്ലായ്പ്പോഴും ആ ഹാപ്പനിങ് സെൽഫിനെ പ്രോപ്പറായിട്ട് ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ട് അനലൈസ് ചെയ്യുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളുമായിട്ട് സഹകരിക്കുക. അപ്പോൾ ആളുകളെന്ന് പറയുമ്പോൾ അവിടെ സ്ത്രീയില്ല, പുരുഷനില്ല, പ്രായ, ജാതി, ഭേദമന്യേ ആരാണോ അവനവനെ ശ്രദ്ധിക്കാൻ താല്പര്യമുള്ളത് അവരുമായിട്ട് സഹകരിച്ച് ഈ ജീവിതം അടിച്ചു പൊളിച്ച് ജീവിക്കുക എന്നുള്ളത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ പരിചയപ്പെട്ട കുറച്ച് ആളുകളുമായിട്ട് ആതിരപ്പള്ളിയിൽ താമസിക്കുന്നുണ്ട്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും യു ഗൈസ് ക്യാൻ കം ഹിയർ, ഇവിടെ താമസിക്കുക, ഇവിടെ എത്ര കാലം വേണമെങ്കിലും താമസിക്കുക. ഇവിടെ അങ്ങനത്തെ യാതൊരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻസും ഇല്ല. വരാം, കാണാം, ഇൻട്രാക്ട് ചെയ്യാം. ഓൾവേസ് ടോക്കിംഗ് അബൌട്ട് ലൈഫ്, ഓൾവേസ് ലിവിങ് ദിസ് വണ്ടർഫുൾ ലൈഫ്. ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിങ്ങനെ നിരന്തരം ഈ കാര്യമാകുമ്പം ഇത് ശ്രദ്ധിക്കണമെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഭയങ്കര കപ്പാസിറ്റി വേണം. അപ്പോൾ അത് നമ്മൾ പ്രാക്ടീസിലൂടെ, എന്താണ് ആ പ്രാക്ടീസ്? ബോധപൂർവം നമ്മളെ നിരീക്ഷിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഞാനെന്ന് പറയുന്ന അവസ്ഥയുടെ ചുറ്റിപ്പറ്റിയാണ് ഈ കാര്യങ്ങൾ മുഴുവൻ നടക്കുന്നത്. അതുകൊണ്ട് ഈ ചുറ്റിപ്പറ്റിയ കാര്യങ്ങളിൽ ചുറ്റിപ്പിണർന്നു പോകാതെ എനിക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ശ്രദ്ധിച്ചപ്പം അവിടെ ഇതൊന്നും ബാധിക്കാത്തൊരാളുണ്ട്. ഇതൊന്നും ബാധിക്കാതെ
ഇത്രയും കാലം അല്ലെങ്കിൽ കോടിക്കണക്കിന് വർഷങ്ങളായിട്ട് തുടർച്ചയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ എന്നിലുണ്ടെന്ന് കാണാൻ സാധിച്ച് അതിനെ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചുറ്റുപാടുമുള്ള അവസ്ഥയെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതിൻ്റെ ക്ലാരിറ്റിയും അതിലൂടെ തന്നെ കൃത്യമായിട്ട് മനസ്സിലായി. അപ്പോൾ അവിടെ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം വാട്ട്സ് അവൈലബിൾ റൈറ്റ് നൗ, ഇതാണ് എനിക്കിപ്പോൾ വേണ്ടത്. അപ്പോൾ ഇതിൽ നിന്ന് മാറിയിട്ട് ഞാൻ എന്തിൻ്റെങ്കിലും പുറകെ പോയി കഴിഞ്ഞാൽ അവിടെ എനിക്ക് എന്നെ നഷ്ടപ്പെടുന്ന ഒരു ഭാഗം. കാരണം അത് കിട്ടിയിട്ടും പ്രത്യേകിച്ച് ഒന്നും ആവാനില്ല. ഒരു സുന്ദരിയായ പെണ്ണ്, അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ, അല്ലെങ്കിൽ ഈ കണ്ട കാര്യങ്ങൾ, ഇതിൻ്റെ എല്ലാം പുറകെ ഞാൻ എഫേർട്ട് കൊടുത്ത് പോകുമ്പം ദാറ്റ് മച്ച് ടൈം, ദ ടൈം ഈസ് കൺസ്യൂമിങ് മീ. അതായത് എൻ്റെ ജീവിതത്തിൻ്റെ നല്ലൊരവസ്ഥ ഈ പറയുന്ന സമയം കൺസ്യൂം ചെയ്യണം. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ നമ്മുടെ ഹൃദയം ഇടിക്കണതിന് ഒരു ടൈമില്ല, നമുക്ക് വിശപ്പ് വരുന്നതിനില്ല, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന മാറ്റങ്ങൾക്ക് ഒരു സമയമില്ല. ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നത് ആ പ്രപഞ്ചത്തിൻ്റെ യൂണിവേഴ്സൽ ടൈമിംഗ് ആണ്. അതിനെ നമുക്ക് ടൈമിംഗ് എന്ന് വിളിക്കാൻ പറ്റില്ല. ഇറ്റ്സ് ജസ്റ്റ് എ ഹാപ്പനിങ്. ടൈമിംഗ് എന്ന് പറയുമ്പം ഇറ്റ്സ് എ റിപ്പീറ്റേഷൻ അല്ലേ. പക്ഷേ ഹാപ്പനിങ് എന്ന് പറയുമ്പം അത് തുടർച്ചയായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുക. സൂര്യൻ നാളെ രാവിലെ ഉദിച്ചെന്ന് കരുതിയിട്ട് അത് ആ സമയത്തല്ല ഉദിക്കുന്നത്, അത് ഉദിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അല്ലെങ്കിൽ അത് ഉദിക്കുക അസ്തമിക്കുക എന്നുള്ളതിന് പകരം ഇറ്റ് സ്റ്റേയ്സ്, അതവിടെ ഉണ്ട്. അപ്പോൾ ആ ഉണ്ടെന്നുള്ളത് എപ്പോഴും ബോധമാണ്. മറിച്ച് ആ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന സമയത്ത് അത് ഉദിച്ചുയരുന്നു എന്നറിയണത് സമയത്തിൻ്റെ ഭാഗത്താണ്, മനസ്സിൻ്റെ ഭാഗത്താണ്. അപ്പോൾ ഞാൻ ഭർത്താവായിട്ട് ജീവിച്ച്, മകനായിട്ട് ജീവിച്ച്, അച്ഛനായിട്ട് ജീവിച്ച്, എല്ലാം ഞാൻ ജീവിച്ച്. അപ്പോൾ അവിടെ എല്ലാം ഞാൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു പൊസിഷൻ ഞാൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഞാൻ വേറെ കുറേ കാര്യങ്ങൾ എനിക്കിഷ്ടമെന്ന് തോന്നിയതൊക്കെ ഞാൻ ചെയ്തു നോക്കി. പക്ഷെ ആ ഇഷ്ടത്തിലൊന്നും ശരിക്കൊരു ഇഷ്ടമില്ല, അല്ലെങ്കിൽ ഈ ചെയ്യുന്ന പ്രവൃത്തിയിലൊന്നും പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. കാരണം എന്താ, അവനവനോട് താല്പര്യമില്ലാത്ത ആളുകളുമായിട്ട് നമ്മൾ സഹകരിക്കാൻ തുടങ്ങിയാൽ പതുക്കെ നമുക്ക് ദൈവത്തെയോ ഗുരുവിനെയോ അല്ലെങ്കിൽ സം ഹോളി കോഡ്സിനെയോ അല്ലെങ്കിൽ സം ഹോളി ഷിറ്റിനെയോ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. എന്നിട്ട് ആ ഒരു ബാഡ് വൈബ്രേഷനുമായിട്ട് നമ്മൾ ഇൻറ്ററാക്റ്റ് ചെയ്യുകയും വേണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറയുക, കൂട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് പറയുമല്ലോ പശ്ചാത്തപിക്കണ്, നാമോദിസ് മുക്കല്ല വേറെ എന്തോ ഒരു സാധനം പറയും, ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ആ കുറ്റം ഏറ്റു പറയേണ്ടി വരും. എന്നിട്ട് വീണ്ടും ഇതുമായിട്ട് കണക്ട് ചെയ്യേണ്ടി വരും. മിക്ക ആളുകൾക്കും ഈ ലൈംഗികതയുടെ ഭാഗത്ത് ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ മാസ്റ്റർബേഷൻ്റെ ഭാഗത്ത്, അല്ലെങ്കിൽ പോൺ കാണുന്ന ഭാഗത്ത്, അല്ലെങ്കിൽ സ്വന്തമായിട്ട് അവൻ്റെ ഉള്ളിൽ മാനേജ് ചെയ്യാൻ പറ്റാത്ത താല്പര്യത്തിൻ്റെ ഭാഗത്തൊക്കെ മനുഷ്യനിൽ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം പ്രോപ്പറായിട്ട് ഒബ്സർവ് ചെയ്തിട്ട് ആ ഞാനെന്നുള്ള അവസ്ഥയിൽ ഇപ്പം എനിക്ക് അനുഭവിക്കാൻ യോഗ്യമായിട്ടുള്ള കാര്യങ്ങൾ പൂർണ്ണമായിട്ടും അനുഭവിച്ചുകൊണ്ടിരിക്കുക. ആ അനുഭവത്തിലിരുന്നു കൊണ്ട് ഞാനുമായിട്ടുള്ള സഹകരിക്കുന്ന ആളുകളുമായിട്ട് ഈ പ്രപഞ്ചത്തിൻ്റെ അങ്ങേയറ്റം വിശാലതയോടെ സഹകരിച്ചിരിക്കുക. അതൊരാളെന്നോ ഒരു പെണ്ണെന്നോ ഒരാണെന്നോ അല്ല, ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരിൽ എങ്ങനെയാണോ ഈ ബോധം പ്രവർത്തിക്കുന്നത് അതുപോലെ സഹകരിക്കുക. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം അമ്പലത്തിൽ പോയി ഭജനൊക്കെ പാടി, മനസ്സിലായോ. ഒരാൾ വിളിച്ചിപ്പോൾ ചെന്ന് അമ്പലത്തിൽ കയറാൻ പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ടൈം ബനിയനൊക്കെ ഊരി അമ്പലത്തിൽ കയറി ഭജന പാടി, കൃഷ്ണ സ്വാമിയെ അയ്യപ്പ ഫുള്ള്. അത് കഴിഞ്ഞ് ഇനി പള്ളിയിൽ പോകണം, പള്ളിയിൽ പോവാം. ഇനി നിങ്ങളുടെ വീട്ടിൽ വരണമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വരാം, വിളിക്കണമെങ്കിൽ വിളിക്കാം, നമുക്ക് ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ ഒരുമിച്ച് ജീവിക്കാം. എല്ലാം നമ്മൾ ഈ പറയുന്ന കംപ്ലീറ്റ് സംഭവങ്ങളുണ്ടല്ലോ, ഈ മനുഷ്യനിർമ്മിതമായിട്ടുള്ള കാര്യങ്ങൾ വെച്ച് മനുഷ്യന് ജീവിക്കാൻ പറ്റുമെന്നുള്ള ആ ഒരു കംപ്ലീറ്റ് സിസ്റ്റം നമ്മൾ ബ്രേക്ക് ചെയ്യാൻ പോണില്ല. പക്ഷെ ഞാനത് എന്നിൽ ബ്രേക്കായ ഭാഗം കണ്ടപ്പം ഞാൻ ഫ്രീ ആയി എന്നുള്ളൊരു സാധനം കൈ കിട്ടി. അപ്പോൾ ആ ഫ്രീ ആയിട്ടിരിക്കുന്ന അവസ്ഥ നമ്മളിങ്ങനെ ഷെയർ ചെയ്യുന്നു. അതിന് നമുക്ക് യൂട്യൂബുണ്ട്, ഇൻസ്റ്റാഗ്രാമുണ്ട്. ബിക്കോസ് പീപ്പിൾ ആർ ദെയർ നൗ ഡേയ്സ്. കാരണം എല്ലാവരും ഈ പറയുന്ന ആപ്പിൻ്റെ ഉള്ളിൽ ആപ്പായിട്ട് കിടക്കുകയാണ്, മനസ്സിലായോ. അപ്പോൾ നമ്മൾ ആ ഭാഗത്ത് നമുക്ക് എനിക്ക് മനുഷ്യന്മാരുമായിട്ട് ഇൻട്രാക്ഷൻ വേണം. എനിക്ക് ഒരുപാട് ആളുകളുമായിട്ട് നമുക്ക് സഹകരിച്ച് എങ്ങനെയാണോ ഈ കാടും മലയൊക്കെ
ഒരുമിച്ചിരിക്കണം. അതുപോലെ കണ്ട അവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ എത്ര മില്യൺസ് ഓഫ് ചെടികളില്ലേ. അതുപോലെ കോടിക്കണക്കിന് ആളുകളുമായിട്ട് നമ്മൾ ഈ ലൈഫിൻ്റെ എല്ലാ ഭാഗവും എക്സ്പ്ലോർ ചെയ്യും. അപ്പോൾ ഓരോരുത്തർക്ക് ഈ അനുഭവത്തിലേക്ക് വരുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അവർ ഏത് ആളുകളുമായിക്കോട്ടെ, ഏത് പ്രായക്കാരും ആയിക്കോട്ടെ, ആ ഒരു ഇൻഡിവിജ്വാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും പ്രോഗ്രസ് ചെയ്യാനും താല്പര്യമുള്ളവർ, മനസ്സിലായോ? അല്ലാതെ ഇത് ഇത്രയേ ഉള്ളൂ എന്ന് കൺക്ലൂഡ് ചെയ്ത് പകുതി വഴിക്കൽ നിന്ന് ഓടുന്ന ആളുകളെ പറ്റിയല്ല. അതായത് എനിക്ക് എന്നോടുള്ള താല്പര്യം, ഓക്കെ, ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ട്, അതിനെ ബേസായിട്ട് എടുത്തിട്ട്. അല്ലാതെ ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ മുഴുവൻ ഈ പീഡനവും കാര്യങ്ങളുമാണ്. അപ്പോൾ ആ പീഡിപ്പിച്ചെന്ന് ആർത്ത് പിടിക്കുന്ന ആളുകളല്ല. ആ ഒരു ഇൻഡിവിജ്വാലിറ്റി, ഞാൻ എപ്പോഴും പറയുന്നൊരു സാധനമുണ്ട്, ആ ഒരു മെയിൻ ക്യാരക്ടർ എനർജി, അല്ലെങ്കിൽ ആ ഒരു സ്വന്തം ജീവിതത്തിൻ്റെ പരമാധികാരം ഏറ്റെടുക്കാൻ കപ്പാസിറ്റി ഉള്ള ആളുകൾ. അല്ലാതെ അച്ഛനോട് ചോദിക്കണം, അമ്മേനോട് ചോദിക്കണം, പിന്നെ സമൂഹത്തിനോട് ചോദിക്കണം, ഇത് നിയമപരമാണോ എന്ന് നോക്കണം, അല്ലെങ്കിൽ ഞാൻ വേറൊരാളുടെ ഭാര്യയാണ്, ഭർത്താവാണ്, അങ്ങനെ ഇരിക്കുന്ന ആളുകളല്ല. അവരെല്ലാവരും ഇപ്പം അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇതിൻ്റെ ഇടയിൽ നിന്ന് ആർക്കാണോ ഈ മെയിൻ ക്യാരക്ടർ എനർജിയിലേക്ക് അതിൻ്റെ ഗ്ലിംസ് സ്വന്തം അനുഭവത്തിൽ ലഭിച്ച ആളുകൾ, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സാധനം അവനവനെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും റിസൾട്ട് ഓറിയൻറ്റഡ് അല്ലാതെ ആ പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യമുള്ളവർ, അല്ലെങ്കിൽ എൻ്റെ രോഗം മാറ്റാൻ എനിക്ക് പറ്റുമെന്ന് തിരിച്ചറിവുള്ള ആളുകൾ, അങ്ങനത്തെ ആളുകളുമായിട്ട് പൂർണ്ണമായിട്ടും സഹകരിക്കാൻ വിത്ത് നോ ലിമിറ്റേഷൻ. അവർക്ക് എത്ര വലിയ പ്രശ്നങ്ങളുണ്ടായിക്കോട്ടെ, എത്ര വലിയ രോഗങ്ങളുണ്ടായിക്കോട്ടെ, അവർ സ്വയം തീരുമാനിച്ച് കാണാൻ കൊള്ളാത്തവരായിക്കോട്ടെ, പക്ഷേങ്കിൽ അവരിൽ ജീവനുണ്ടെങ്കിൽ നമ്മൾ ആ ജീവനുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഭാഗം തുടർന്ന് അനുഭവിക്കാൻ താല്പര്യമുള്ളവരുമായിട്ട് സഹകരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ പരിപാടിക്ക് ഇരിക്കുന്നത്. അപ്പോൾ കുറേ ആളുകൾ വിളിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, നമ്മൾ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരാൾ എന്നുള്ള ഭാഗമില്ല, മനസ്സിലായോ? അല്ലെങ്കിൽ ഒരാൾക്ക് ഒരാൾ, അങ്ങനെയല്ല. ഒരാൾ എന്നല്ല, ഈ പ്രപഞ്ചത്തിലെ എല്ലാവരുമായിട്ട്. അവിടെ ഓരോരുത്തരുടെ താല്പര്യം. ഒരാൾക്കിപ്പോൾ ചായ കുടിക്കാൻ പോകാനാണ് താല്പര്യം, എങ്കിൽ ചായ കുടിക്കാൻ പോണ്. അല്ലെങ്കിൽ ഒന്നും ചെയ്യാതിരിക്കാൻ താല്പര്യമുള്ള ആളുകളുമായിട്ട് 24 മണിക്കൂർ ഒന്നും ചെയ്യാതിരിക്കണം. എന്നിട്ട് ഒന്നും ചെയ്യാതിരിക്കുമ്പോഴും നമ്മളിൽ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥക്ക് സ്ഥാനം കൊടുക്കാൻ താല്പര്യമുള്ളവർ. അല്ലാതെ സ്വർണം മേടിക്കാനും ഡ്രസ്സ് മേടിക്കാനും ഈ പറയുന്ന എൻ്റർടൈൻമെൻറ്റിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുപോയിട്ട് സ്വന്തമായിട്ട് അവനവനിൽ രോഗങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്ന ആളുകളല്ല. എൻ്റർടൈൻമെൻ്റ് ഒക്കെ വേണം, എവറിത്തിങ് ഈസ് ദെയർ, ഓൾ ദ എൻ്റർടൈൻമെൻറ്റ് ഈസ് ദെയർ. പക്ഷേ ആദ്യം നമ്മൾ എൻ്റർ ടു ദ ടൈൻമെൻറ്റ്. ആദ്യം ഞാനെന്ന് പറയണ ആ കപ്പാസിറ്റിയിൽ ഇരുന്നു കൊണ്ട് കാര്യങ്ങൾ ചെയ്യണം. അല്ലാതെ ഒരാൾ അങ്ങനെ പറഞ്ഞു അത് തളർന്നു, ഒരാൾ ഇങ്ങനെ ചെയ്ത് ഇല്ല പോയി, എൻ്റെ ചാരിത്രം നഷ്ടപ്പെടുത്തി, ഇല്ല, അങ്ങനെയല്ല. അങ്ങനെയുള്ള ആളുകളുമായിട്ടല്ല സഹകരണം. സഹകരണം എന്ന് പറഞ്ഞാൽ ആ ഇൻഡിവിജ്വാലിറ്റി ഇൻഡിപെൻഡൻറ്റിൽ കൊണ്ടുപോകാൻ സാധിക്കണ, അവിടെ ഇൻ്റർ ഡിപ്പെൻഡൻ്റ് ആവാതെ ആ ഒരു കപ്പാസിറ്റി, ഞാൻ അല്ലെങ്കിൽ ഞാനൊരു പെണ്ണാണ്, ഞാനൊരാണാണ്, എൻ്റേത് എന്നെ കാണാനുള്ള, അല്ലെങ്കിൽ എന്നെ വെച്ചിട്ട് ഞാൻ വില പേശിയിട്ടുള്ള ബന്ധങ്ങളുണ്ട്, അങ്ങനെയല്ല. ഞാനെന്ന് പറയുന്ന അവസ്ഥയിൽ യാതൊരു തടസ്സങ്ങളും ഇല്ലാതെ നമുക്ക് പരസ്പരം സഹകരിച്ച് പോകാൻ പറ്റുന്ന ബന്ധങ്ങൾ മാത്രമാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് താല്പര്യമുള്ളവർ മതി. ഒരാളെയും നമ്മൾ നിർബന്ധിക്കില്ല, ഒരാളോടും യാതൊരു തരത്തിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇല്ല. എവരി വൺ ഹാവിങ് ദ ഫുഡ് ആൻഡ് ദ ബ്രെത്ത്. ഇതാണ് ഇതിൻ്റെ ക്രൈറ്റീരിയ. ഓക്കെ, താങ്ക് യു. ഈ സമൂഹം നിങ്ങളെ പഠിപ്പിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ നിന്ന് നിങ്ങൾ തന്നെ നിങ്ങളിൽ ഉണ്ടാക്കിയെടുത്ത ഒരുപാട് തെറ്റും ശരികളുമുണ്ട്. അതായത് ലൈംഗികത പാപമാണ്, ഒരു സ്ത്രീയെ ഇങ്ങനെ നോക്കുന്നത് പാപമാണ്, അല്ലെങ്കിൽ നിങ്ങളിൽ തന്നെ ലൈംഗികമായിട്ടുള്ള ഉത്തേജനങ്ങൾ വരുമ്പം അത് താല്പര്യമാണ്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ പാപമായിട്ട് നിങ്ങളെ ഉള്ളിൽ കയറ്റിയത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ളൊരു താല്പര്യം ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് എന്നെ ശരിയല്ലാത്തവനാക്കി മാറ്റുകയാണ്, അല്ലെങ്കിൽ ഞാൻ ശരിയല്ല എന്നുള്ളൊരു ഭാഗത്ത് ചെറിയൊരു കൺക്ലൂഷനിലേക്ക് വരിക. എന്നാൽ അങ്ങനെയല്ല കാര്യങ്ങൾ. കാരണം എനിക്കിപ്പോൾ ഒരു പെണ്ണിനോട് ലൈംഗികമായിട്ട് ഒരു താല്പര്യമുണ്ട്, അത് നമ്മുടെ ഒരു നാച്ചുറൽ സ്റ്റേറ്റാണ്. ഓക്കെ,
പക്ഷേ ആ നാച്ചുറൽ സ്റ്റേറ്റിനെ നമ്മൾ റിജക്റ്റ് ചെയ്യല്ല. നമ്മൾ ആ നാച്ചുറൽ സ്റ്റേറ്റിൻ്റെ മേലെ, അല്ലെങ്കിൽ ഈ ഞാനെന്ന് പറയുന്ന ഒരവസ്ഥ നമ്മളിലുണ്ടല്ലോ. കാരണം ആ പെണ്ണിനോട് താല്പര്യം തോന്നിയപ്പോഴും ആ താല്പര്യം തോന്നാൻ ഒരു ബേസ് ഉണ്ട്. അല്ലെങ്കിൽ ഒരു ആണിനോട് താല്പര്യം തോന്നിയപ്പം അത് തോന്നാനൊരു ബേസ് നമ്മളിലുണ്ട്. അല്ലെങ്കിൽ ഈ ആഗ്രഹം ഉണ്ടായിട്ട് വരുന്ന ഒരു പ്രതലമുണ്ട്, ഒരു എംപ്റ്റി സ്പേസ് അല്ലേ. ആ എംപ്റ്റി സ്പേസ് പ്രോപ്പർലി നമുക്ക് സെൻസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന വന്നു പോകുന്ന അവസ്ഥയുടെ ഇരയായിട്ട് മാറാതെ, സ്വയം പാപിയായിട്ട് കാണാതെ തന്നെ നമുക്ക് ഇതിനെ മാനേജ് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങളെ സംബന്ധിച്ച് ഏതെങ്കിലും രീതിയിൽ ഇഫ് യു ക്യാൻ സെൽഫ് ഐഡൻറ്റിഫൈ, അല്ലെങ്കിൽ സെൽഫിൽ റിയലൈസ് ചെയ്യാൻ ഏതെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് കിട്ടി, ഓക്കെ, എന്നിട്ട് ആ കച്ചിത്തുരുമ്പ് വെച്ചിട്ട് ഇപ്പം നിങ്ങൾ സഫർ ചെയ്യാണ്. അല്ലെങ്കിൽ ഒരു പെണ്ണിനെ കണ്ട് എനിക്ക് താല്പര്യം തോന്നി, അല്ലെങ്കിൽ എനിക്ക് ശാരീരികമായിട്ട് ഭയങ്കര കമ്പി വികാരങ്ങളാണുള്ളത്, ഞാൻ പോൺ കാണുന്നു, അല്ലെങ്കിൽ ഞാൻ വേറെ സ്ത്രീകളെ, സ്വന്തം കുടുംബത്തിലുള്ളവരെ പോലും ഞാൻ ലൈംഗിക ചോദനയോടുകൂടി നോക്കണ്. ഇറ്റ്സ് ഫൈൻ. കാരണം നോക്കണുണ്ടല്ല, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അത് തെറ്റാണെന്ന് വിചാരിക്കുമ്പം ആ തെറ്റിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട് എഫേർട്ട് കൊടുത്ത് എന്താ സംഭവിക്കണത്? വീണ്ടും യു ആർ ഡീപ്ലി ഗെറ്റിംഗ് ടു ദാറ്റ് പ്രോബ്ലം. അപ്പോഴാണത് പ്രോബ്ലമായി മാറുന്നത്. കാരണം എന്താണ്? എനിക്ക് എന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് എന്നെ മാനേജ് ചെയ്യാൻ പറ്റാത്തത് ഞാനൊരു പർട്ടിക്കുലർ എനർജിക്ക്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ അവസ്ഥക്ക് ഇങ്ങനെ എഫേർട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. അതാണ് പിന്നീട് എൻ്റെ ശരീരത്തിൽ രോഗമായിട്ട് വരുന്നത്. ഈ മദ്യപിക്കുന്ന ആൾക്കാർ ട്രൈങ് ടു കം ഔട്ട് ഓഫ് ഡ്രിങ്കിങ് അല്ലേ, അതിൽ നിന്ന് പുറത്ത് വരാൻ വേണ്ടിയിട്ട് അവർ പാടുവിടുക. എന്നിട്ട് അവർ വീണ്ടും അതിൽ തന്നെ ലോക്കാവുകയാണ്. കാരണം എന്താണ്? ആ മദ്യപാനത്തിൽ നിന്ന് മാറണം. ഈ മദ്യം കഴിക്കാനുള്ള ഒരുപാട് കാരണങ്ങൾ ഇപ്പുറത്തെ സൈഡിലുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ പെട്ടത് കൊണ്ടാണ് നമ്മൾ ആശ്വാസമായിട്ട് ഈ മദ്യത്തെ ഉപയോഗിക്കുന്നത്. ബോഡിനെ സംബന്ധിച്ച് ഇതിൽ സമാധാനത്തിലിരിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ വ്യക്തിയെ സംബന്ധിച്ച് നശിക്കും, അല്ലെങ്കിൽ ഇത് തെറ്റാണ്, ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ മോശമാണ് എന്നുള്ള ഭാഗമുള്ളത് കൊണ്ട് ഇവൻ എഫേർട്ട് എടുത്ത് ഇതിനെ മാറ്റാൻ നോക്കുമ്പം പിന്നെയും ആ കുഴിയിലേക്ക് തന്നെ വീഴുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ എന്തിനെയാണോ അല്ലെങ്കിൽ എങ്ങനെയാണോ നമ്മളൊരു കാര്യത്തെ തിരിച്ചറിഞ്ഞത്, ഓക്കെ, എനിക്ക് കാമം വരുന്നുണ്ട്, അല്ലെങ്കിൽ രാവിലെ എണീക്കുമ്പം എൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്, ഇപ്പം എൻ്റെ കൂടെ ആരുമില്ല, ഓക്കെ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമ്മുടെ തലയിൽ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് തന്നെ പ്രോബ്ലം ഉണ്ടാക്കുന്നതിന് പകരം ആദ്യം ഈ പറയുന്ന പ്രശ്നങ്ങളെ കാണുന്ന പ്രശ്നമില്ലാത്ത ഒരാളുണ്ടല്ലോ, ആ ആൾക്ക് യാതൊരു പ്രശ്നവുമില്ല. അതുകൊണ്ടാണല്ലേ ഈ പ്രശ്നം നിങ്ങൾ കാണുന്നത്. പക്ഷേ ഈ പ്രശ്നം നിങ്ങൾ കാണുമ്പം ഇതിനെ പ്രശ്നമായിട്ട് കാണുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ കോൺസിക്വൻസ് നിങ്ങളെ എപ്പോഴും ഐസൊലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അതിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ടു ഫൈൻഡ് എ സൊല്യൂഷൻ എന്നുള്ള ഒരു ഷോർട്ട് കട്ടിലേക്ക് പോകാനാണ് നോക്കുന്നത്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? എഗെയിൻ യു ആർ ദ വിക്ടിം ഓഫ് സെയിം സംഭവം. ആ സെയിം സിറ്റുവേഷൻ്റെ തന്നെ വിക്ടിമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. മറിച്ച് ജസ്റ്റ് അവനവൻ ഒരു 5 മിനിറ്റ് ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്തിരുന്നേ. എന്നിട്ട് ശരീരത്തിൻ്റെ എവിടെയാണ് നിങ്ങൾക്ക് നിങ്ങളെ ശ്രദ്ധിക്കാൻ പറ്റണമെന്നൊന്ന് നോക്കിയേ. ജസ്റ്റ് റിലാക്സ് ചെയ്ത് നിങ്ങളിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറും. കാരണം എവിടെയെല്ലാം പ്രശ്നങ്ങളുണ്ടെന്ന് കണ്ടിട്ട് ഇത്രയും കാലം വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഈ സിസ്റ്റം നിങ്ങളുടെ കൂടെ ഫങ്ഷൻ ചെയ്യണില്ലേ. അപ്പോൾ എന്തെങ്കിലും രോഗം ഉണ്ടെങ്കിൽ യു ഗീവ് സം ടൈം. കാരണം അത് ഒറ്റയ്ക്ക് പും എന്ന് പറഞ്ഞിട്ട് മാജിക്കിലേക്ക് ഇപ്പം നമ്മുടെ ബോധം എത്തിയിട്ടില്ല. വൺസ് ഐ നോ ദ ടെക്നിക് ഡെഫിനറ്റ്ലി ഐ വിൽ ഷെയർ. അപ്പോൾ ഇപ്പം നമ്മൾ ആ ഒരു വൈബ്രേഷൻ, ഇപ്പം നമ്മളൊരു മണി അടിച്ചു കഴിഞ്ഞാൽ അല്ലേ, ടിം, ആ സാധനം ഉണ്ടാവും. മണി നമ്മൾ അടിച്ച പാടെ തന്നെ തിരിച്ചപ്പുറത്തേക്ക് വരും അല്ലേ, പക്ഷെ ആ സൗണ്ട് ഉണ്ടാവും. ദ സെയിം വേ ദർ ആർ മെനി വൈബ്രേഷൻസ് ഈസ് വർക്കിംഗ് ഇൻ യുവർ ബോഡി. ഓക്കെ, അപ്പോൾ ആ വർക്ക് ചെയ്യുന്ന അവസ്ഥ നമ്മൾ
പതുക്കെ ആ പാറ്റേൺ ബ്രേക്ക് ചെയ്താലും അതിൻ്റെ ആ മൂളൊക്കെ ഉണ്ട് അവിടെ. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും അത് നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയും ബോധപൂർവം എന്നെ ഞാൻ ക്രിയേറ്റ് ചെയ്യുമ്പം ആ പറയുന്ന ഓൾഡ് പാറ്റേണിൻ്റെ വൈബ്രേഷൻ പതുക്കെ ബ്രേക്കാവും. ഇറ്റ് വിൽ ടേക്ക് ടൈം. വേറെ ഒന്നും നിങ്ങൾക്ക് ചെയ്യാനില്ല ഈ ലോകത്ത് ടു ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് എന്നുള്ളതല്ലാതെ. അപ്പോൾ എല്ലാവർക്കും അത്രേ ചെയ്യാനുള്ളൂ, വേറെ ഒന്നും ചെയ്യാനില്ല. ഭയങ്കര സിമ്പിളാണ്. നിങ്ങളിൽ പലതും രൂപപ്പെട്ട് വരും. നിങ്ങളിലാണ് രൂപപ്പെട്ട് വരുന്നത്, അല്ലാതെ നിങ്ങളല്ല. ഓക്കെ. അപ്പോൾ അത് ഞാനാണെന്ന് തെറ്റിദ്ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ രൂപപ്പെട്ടത് നിങ്ങളെയും കൊണ്ട് ഓടി നടക്കും. നിങ്ങൾ ഈ പറയുന്ന വാഷിംഗ് മെഷീനിലൊക്കെ ഡ്രസ്സിട്ട പോലെ ഉണ്ടാവും വേൾപൂൾ. മറിച്ച് ഇത് എന്നിലാണ് രൂപം കൊണ്ടതെന്നും ഈ രൂപം കൊണ്ടത് ഞാനല്ലെന്നും തിരിച്ചറിയുമ്പം രൂപം കൊണ്ടത് വന്നു പോട്ടേന്നേ. അപ്പോൾ നമ്മൾ ഇപ്പം ഭാര്യയും ഭർത്താവുമാണ്, പക്ഷേ ചിലപ്പം ഭാര്യയ്ക്ക് താല്പര്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഭർത്താവിന് താല്പര്യം ഉണ്ടാവില്ല ബന്ധപ്പെടാൻ. അപ്പോൾ ഇയാളെന്തിനാ എന്നും എന്നെ ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ എനിക്കിതിന് താല്പര്യമില്ലല്ലോ. പക്ഷേ നമ്മളെന്ത് ചെയ്യും, താല്പര്യമില്ലാതെ നമ്മൾ പോയിട്ട് സഹകരിക്കും. കാരണം അയാളിലൊരു താല്പര്യം വന്നു, അപ്പോൾ അയാൾ ആ താല്പര്യമാണെന്ന് തെറ്റിദ്ധരിച്ചതുകൊണ്ടാണ് നിങ്ങളതിലേക്ക് ഫോഴ്സ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളും തന്നെ ഈ താല്പര്യം എന്നിലല്ലല്ലോ പ്രയോഗിക്കേണ്ടതെന്ന് വിചാരിക്കുമ്പം നിങ്ങളും അതേ താല്പര്യത്തിൻ്റെ വ്യക്തിയുമായിട്ട് മാറുകയാണ്. മറിച്ച് നിങ്ങൾ ആ താല്പര്യത്തിന് അതീതമായിട്ട് നിന്ന് കൊടുത്തേ, അപ്പം അയാൾക്ക് അയാളെ കാണാൻ പറ്റും. നമ്മളെല്ലാവരുടെ മുന്നിലും നമ്മളൊരു മിററായിട്ട് നിന്നാൽ മതി. പക്ഷേ നമ്മുടെ ഉള്ളിൽ താല്പര്യങ്ങൾ വരുമ്പം ഈ മിററിങ് സിസ്റ്റം നമ്മളിൽ പോകും. അപ്പം നമ്മളിൽ എന്ത് രൂപപ്പെട്ട് വന്നാലും, അല്ലെങ്കിൽ ആരുടെ അടുത്ത് എന്തെങ്കിലും രൂപപ്പെട്ടിട്ട് ഇപ്പം അവർ നമ്മളെ ഉപയോഗിക്കുന്നിടത്ത് നമ്മൾ നിസ്സഹായമായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ ആ നിസ്സഹായതയിൽ സ്വസ്ഥത കൊണ്ടുവരിക. ഓക്കെ ഇപ്പം എനിക്കൊന്നും ചെയ്യാൻ പറ്റണില്ല. ഒന്നും ചെയ്യാൻ പറ്റാത്തപ്പോഴും ഒന്നും ചെയ്യാൻ പറ്റണില്ല എന്ന് അറിയുമ്പോഴും എല്ലാം കൂളായിട്ട് പ്രവർത്തിക്കണ എന്നെ കാണുക, ആ ഞാനുമായിട്ടുള്ള ബന്ധം കൊണ്ടുവരിക. അപ്പോൾ പതുക്കെ ഈ ലോകത്ത് നിങ്ങളെ ലോക്ക് ചെയ്യാൻ ആർക്കും പറ്റില്ല. ഇത് നിങ്ങൾ ലോക്കാണെന്ന് വിചാരിക്കുന്നത് കൊണ്ട് ആ ലോക്കിൽ നിങ്ങൾ പെട്ട് കിടക്കണം. നിങ്ങളിൽ രൂപപ്പെട്ട് വന്ന അവസ്ഥ നിങ്ങളാണെന്ന് തെറ്റിദ്ധരിക്കുന്ന സമയം തൊട്ട് നിങ്ങൾ പെട്ടുകൂടും. ആ തെറ്റിദ്ധാരണ മാറ്റിയാൽ മതി, കാര്യങ്ങൾ ക്ലിയറാവും. വളരെ സിമ്പിളാണ്. എല്ലാവരും നല്ല ബന്ധങ്ങൾ നോക്കി നടക്കുകയാണ്, മനസ്സിലായോ? നല്ല ബന്ധങ്ങൾ ഉണ്ടാവണമെങ്കിൽ ആദ്യം അവനവനുമായിട്ട് നല്ലൊരു ബന്ധം വരണ്ടേ. ഇത് അപ്പുറത്തെ ഒരാൾ ഇങ്ങനെ പറഞ്ഞാൽ, അല്ലെങ്കിൽ അപ്പുറത്തെ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ മാറിപ്പോണ ബന്ധമാണ് നിങ്ങളുമായിട്ടുള്ളത്. പിന്നെ എങ്ങനെയാണ് നമുക്ക് നല്ലൊരു ബന്ധം ഉണ്ടാവുക? അപ്പോൾ ആദ്യം നല്ലൊരു ബന്ധം ഉണ്ടാവണമെങ്കിൽ എന്നെ ഞാൻ ചുറ്റുപാടിൻ്റെ അവസ്ഥയിലല്ലാതെ മാനേജ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു കപ്പാസിറ്റി, അല്ലെങ്കിൽ ഒരു സാധനം എനിക്ക് എന്നിൽ വേണം. എന്നാൽ മാത്രമേ നല്ല ബന്ധങ്ങൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ എത്രത്തോളം ആ നല്ല ബന്ധമാണ് എൻ്റെ ആഗ്രഹമെങ്കിൽ ഞാൻ വളർന്നു എന്നുള്ള ഭാഗം, അല്ലെങ്കിൽ എനിക്ക് എന്നെ നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ള ഭാഗം എൻ്റെ ബോധ്യത്തിൽ വരുമ്പോഴേ അതിന് വികാസം സംഭവിക്കുള്ളൂ. അല്ലാതെ മനസ്സ് കൊണ്ടുപോകും ഞാനിപ്പോൾ നന്നായി, ഓക്കെ ഞാനിപ്പോൾ നല്ല കുട്ടിയാണേ എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. കാരണം മനസ്സല്ല ഈ പറയുന്ന സിസ്റ്റം. മനസ്സെന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ സമാധാനത്തിലാവും, കുറച്ച് കഴിയുമ്പോൾ സമാധാനമൊക്കെ ഇടാവും. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ പോകുമ്പോൾ ഒരാളെ കാണും, ആഹാ അയാൾ കൊള്ളാലോ, അയാൾ എനിക്ക് കിട്ടിയാൽ ആ സാധനം കണ്ട് ആഹാ ഇത് കൊള്ളാലോ. ഇങ്ങനെ കണ്ടതിൻ്റെയും കേട്ടതിൻ്റെയും പുറകെ നടക്കുന്നതാണ് മനസ്സ്. അപ്പോൾ ആ മനസ്സാണ് നിങ്ങളെ നിയന്ത്രിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ബന്ധം എവിടെയും കിട്ടാൻ പോകുന്നില്ല. മറിച്ച് നിങ്ങളാണ് ആ മനസ്സിനെ നിയന്ത്രിക്കുന്നതെങ്കിൽ, എന്നിട്ട് നിങ്ങൾ നന്നായിട്ടിരിക്കുന്ന അവസ്ഥക്കാണ് സ്ഥാനം കൊടുക്കുന്നതെങ്കിൽ അവിടെയാണ് നമുക്ക് നല്ല ബന്ധങ്ങൾ ഉണ്ടാകുന്നത്. അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്.